MOSന്റെ തേർഡ് മൊഡ്യൂളിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. പോയിന്റ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇത് മൂന്നും കാൻഡിലിവർ ബീമിൻ്റെ കേസസാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ 3 സംഭവങ്ങൾ തന്നെ യൂണിഫോംലി വേരിയിങ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, പോയിന്റ് ലോഡ് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ പഠിക്കാം. എന്തായാലും ഫസ്റ്റ് കാൻഡിലിവർ ബീമിൻ്റെ കേസ് നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയാം, കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബീം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരുന്നു, ബാക്കി എൻഡ് നെക്സ്റ്റ് എൻഡ് ഫ്രീ ആയിരുന്നു. അതിലേക്ക് പോയിന്റ് ലോഡ് വരുന്ന കേസ് പഠിച്ചു, യൂണിഫോമിലി വേരിയിങ് ആയിട്ട് പഠിച്ചു, യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ ഫസ്റ്റ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാണ്. തിയറി അധികമൊന്നും പറയാനില്ല, കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ എന്താണ് ഇതിൻ്റെ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയുമ്പം ഇവിടെ 2 പോയിന്റുകളിൽ എന്ത് ചെയ്യും, ഒരു സിമ്പിൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയുന്നത്. പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ പോയിന്റുകളിലേക്ക് പോയിന്റഡായിട്ട്, ഏതെങ്കിലുമൊക്കെ സ്പോട്ടിലേക്ക് പോയിന്റഡായിട്ട് ലോഡ് വരുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ RB, RA ഈ 2 വാല്യൂസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തരത്തില്ല. ചില പ്രോബ്ലംസിൽ തരും, ചിലതിൽ തരില്ല. സോ തരുന്ന പ്രോബ്ലംസിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എടുത്ത് എഴുതാം. തരാത്ത പ്രോബ്ലംസിൽ നിങ്ങളത് ആദ്യമേ കണ്ടുപിടിക്കണം. ഓക്കെ, RAയും RBയും എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്വേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ് എന്ന് നിങ്ങൾ ഫസ്റ്റിലെ ഇക്വേറ്റ് ചെയ്യണം. സം ഓഫ് അപ്വേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഡൗൺവേർഡ് ഫോഴ്സസ്. ദാറ്റ് മീൻസ് അപ്വേർഡ് ഫോഴ്സസ് ഏതൊക്കെയാണ്? RA ഉണ്ട്, RB ഉണ്ട്. ചില പ്രോബ്ലംസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പോയിന്റ് ലോഡ് താഴേക്ക് മാത്രം ആവണമെന്നില്ല, പോയിന്റ് ലോഡ് മുകളിലേക്ക് ഇതേപോലെ തന്നെ വരാം. ഇത് ചിലപ്പോൾ 5 കിലോ ന്യൂട്ടൺ, ഇത് ചിലപ്പോൾ 3 കിലോ ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? RA + 5 + 3 + RB ഈസ് ഈക്വൽ ടു ഈ 3 + 6 എന്നൊക്കെ എടുക്കണം. എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ഫോഴ്സസിൻ്റെ എല്ലാം സമ്മ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ളതിൻ്റെ എല്ലാം സമ്മ്. അപ്പം അതാണ് നമ്മളിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്വേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ്. സോ നിങ്ങളത് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യണം. പോയിന്റ് ലോഡിൻ്റെ മീൻസ് സിംപ്ലി സപ്പോർട്ടറിൻ്റെ കേസിൽ അപ്വേർഡ് ഫോഴ്സ് ഏതൊക്കെയാണ്? RAയും RBയാണ് അപ്വേർഡ് ഫോഴ്സ്. സോ RA + RB ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ് 3ഉം 6ഉം. 3 + 6 RA + RB ഈസ് ഈക്വൽ ടു 9 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എബൌട്ട് ദിസ് പോയിന്റ് എന്ത് ചെയ്യുക? മൊമെൻ്റ് എടുക്കുക. RAയിൽ നമ്മൾ മൊമെൻ്റ് എടുക്കുക. RAയിലോ RBയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റിയാക്ഷൻ, ഒന്നെങ്കിൽ RA അല്ലെങ്കിൽ RB, ഈ 2 പോയിന്റുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് റിയാക്ഷനിൽ എബൌട്ട് ദിസ് പോയിന്റ് മൊമെൻ്റ് എടുക്കുക. അപ്പോൾ ഞാൻ RAയിലാണ് മൊമെൻ്റ് എടുക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം വിത്ത് 0. അപ്പോൾ മൊമെൻ്റ് എടുക്കുമ്പം നോക്കുക, മൊമെൻ്റ് അബൌട്ട് RA ഈസ് ഈക്വൽ ടു 0 എന്നാണ് നിങ്ങൾ എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്ത് σMA ഈസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ ആദ്യമേ എഴുതുക. എന്നിട്ട് σMA അബൌട്ട് A എന്തായിരിക്കും? മൊമെൻറ്റ് 3 ഫോഴ്സുകളാണ്, ഇതുണ്ട്, ഈ 3 ഫോഴ്സസ് ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ നാലാമത്തെ ഒരു ഫോഴ്സ് ഉണ്ട്. RAയിൽ നിന്നും RAയിലേക്കുള്ള ഡിസ്റ്റൻസ് 0 ആണ്. സോ ഇത് നമ്മൾ മൊമെൻറ്റിലൊപ്പം കൺസിഡർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻ്റ് എടുക്കാം. മൊമെൻ്റ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ ക്ലോക്ക് വൈസ് നോക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുക. നിങ്ങൾ നോക്കുക എന്താണ്? RB എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. സോ അത് പോസിറ്റീവ് ആയിരിക്കും. സോ RB ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 6. RB ഇൻറ്റു 6. അടുത്ത രണ്ടാമത്തെ ഫോഴ്സ് ഏതാണ്? ഡിയിലുള്ള ഫോഴ്സ്. ഇതെങ്ങനെയാണ്? ഇത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ ഇത് നെഗറ്റീവ് ആയിരിക്കും. -6 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 4 മൈനസ് RD ഇൻറ്റു 4 അല്ലെങ്കിൽ 6 ഇൻറ്റു 4. അടുത്ത മൂന്നാമത്തെ ഫോഴ്സ്, നെക്സ്റ്റ് ഫോഴ്സ് ഏതാ വരുന്നത്? സിയിലെത്തതും ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നതും അത് നെഗറ്റീവ് ആയിരിക്കും. -RC ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 2. സോ -RC ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഓരോന്നിനും വാല്യൂ കൊടുക്കുക. RB ഇൻറ്റു 6 -RD ഇൻറ്റു 4 -RC ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഒന്നും കൂടെ പറയാം. മൊമെൻ്റ് അബൌട്ട് A എടുക്കുക, ഇക്വേറ്റ് വിത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ മൊമെൻ്റ് അബൌട്ട് A എടുക്കുമ്പം ഇവിടെ ഏതൊക്കെയാണ് ഫോഴ്സസ് ഉള്ളത്? ഫസ്റ്റ് വൺ RB ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 6. RB ഇൻറ്റു 6 പോസിറ്റീവ് കൊടുക്കുക. നെക്സ്റ്റ് വൺ RD ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 4. RDയിൽ നിന്ന് Aയിലേക്കുള്ള ഡിസ്റ്റൻസ് 4. RD ഇൻറ്റു 4 അതെന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിട്ട് വരുന്നതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കുക. അടുത്ത RC ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? Aയിലേക്ക്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ. സോ RC ഇൻറ്റു 2 എടുത്തു.
അത് എന്തായിരിക്കും ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും വരുന്നത്. അതിനും എന്ത് ചെയ്യുക, നെഗറ്റീവ് കൊടുക്കുക. സോ നമുക്ക് ഇത്രയും കിട്ടി. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഓരോന്നിനും നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആർ ബിയുടെ വാല്യൂ അറിയില്ല, ആർ ബി ഇൻറ്റു 6 അങ്ങനെ തന്നെ ഇട്ടു. ആർ ഡി ഇൻറ്റു 4, ആർ ഡിയുടെ വാല്യൂ അറിയാം 6, സോ 6 ഇൻറ്റു 4 ഇവിടെ ചെയ്തു. അടുത്ത ആർ സിയുടെ വാല്യൂ 3 ഇൻറ്റു 2 ഇത് കിട്ടി. സോ ആർ ബി ഇൻറ്റു 6 മൈനസ് 6 ഇൻറ്റു 4 24, 3 ഇൻറ്റു 2 6, ടോട്ടൽ എത്ര ആയിരിക്കും? ഈ രണ്ട് ടേംസിനെ എന്ത് ചെയ്യുക, നമ്മൾ സീറോയുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ 24 + 6 30 കിട്ടും. സോ ആർ ബി ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 30. സോ ആർ ബി അതിൻ്റെ അകത്തുനിന്ന് കിട്ടുക 30 ഡിവൈഡഡ് ബൈ 6. ആർ ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. സോ നമ്മൾ ഓൾറെഡി ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട് 6 + ആർ ബി 9 ആണ്. സോ ആർ ബി 5 കിട്ടിക്കഴിഞ്ഞാൽ 6 എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി 4 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിയാക്ഷൻസ് ആർ എയും ആർ ബി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആർ എക്കും ആർ ബിക്കും പകരം 4 എന്നും 5 എന്നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 4ഉം ഇവിടെ 5ഉം നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കണ്ടുപിടിക്കുക. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണല്ലോ. സോ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ ഇത്രയും നാളും പഠിച്ചത് എങ്ങനെയാണ്? നമ്മൾ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന്, ഇപ്പോൾ നമുക്ക് എയിൽ നിന്ന് തന്നെ തുടങ്ങാം. എയിൽ നിന്ന് തുടങ്ങാൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ലൈൻ വരച്ചു. എവിടെ? എക്സ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചു. ഫ്രം എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ലൈൻ നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ ആ ലൈൻ വരച്ചു. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ നോക്കുക. ഇപ്പോൾ വരച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുക. ലെഫ്റ്റ് സൈഡിൽ കുറവ് ഫോഴ്സ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. സോ കുറവ് ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് അവിടുത്തെ ഫോഴ്സ് ഏതായിരിക്കും? 4 kN അപ്വേഡ്. സോ 4 kN അപ്വേഡ് അതായിരിക്കും അവിടുത്തെ ഷിയർ ഫോഴ്സ്. നിങ്ങൾക്ക് ഇതൊന്നും ഈക്വേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. അതാ ഇവിടെ 4 ഫോഴ്സസേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമേ ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ബേസ് ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഷിയർ ഫോഴ്സ് മുകളിലേക്ക് നോക്കുക. 4 kN മുകളിലേക്ക് വരയ്ക്കുക. ഒന്നാമത്തെ ഇതാണ്. ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് വരച്ച് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 4 ഫോഴ്സസ് നോക്കുക. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബേസ് ലൈൻ ഇവിടെ വരയ്ക്കുക. ബേസ് ലൈൻ വരച്ചതിന് ശേഷം 4 kN ബേസ് ലൈനിൽ നിന്ന് 4 മുകളിലേക്ക് വരയ്ക്കുക. ഇനി അടുത്ത ഫോഴ്സ് എവിടെ വരുന്നത്? സിയിലാണ് വരുന്നത്. നമ്മൾ ആദ്യമേ ഈ ABCD എല്ലാം മാർക്ക് ചെയ്തിട്ടേക്കണം. എ, ഇവിടെ വരുമ്പം ബി, സി, എ, ഇത് സി, നെക്സ്റ്റ് ഇവിടെ ഉള്ളത് ഡി, ലാസ്റ്റിലത്തത് ബി. ഓക്കെ, ഇനി നിങ്ങൾ എയിൽ നിന്ന് എന്ത് ചെയ്തു? 4 kN മുകളിലേക്ക് വരച്ചു. അടുത്ത സി വരെ വേറെ ലോഡൊന്നുമില്ല. പോയിൻ്റ് ലോഡ്, 2 പോയിൻ്റ് ലോഡുകൾക്ക് അതിൽ എന്തായിരിക്കും? ലോഡ് വേരി ചെയ്യുന്നത് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. അടുത്ത എന്ത് ചെയ്യുക? 3 kN താഴേക്ക്. അപ്പോൾ 3 kN താഴേക്ക് നമ്മൾ വരച്ചു. അപ്പോൾ ടോട്ടൽ 4 ആയിരുന്നു, 3 kN താഴേക്ക് വരച്ചു. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് നമ്മൾ വീണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് ലോഡ് കൊണ്ടുപോകുക. പിന്നെ 6 kN താഴേക്ക് വരയ്ക്കുക. 6 kN താഴേക്ക് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ട്, പിന്നെ ഒരു 5ഉം കൂടെ താഴേക്ക് വരും. അപ്പോൾ ടോട്ടൽ -5 വന്നു. ഇനി ത്രൂ ഔട്ട് ബി വരെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത ബിയിൽ നിന്നും 5 മുകളിലേക്ക്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ് കുറേ പ്രോബ്ലംസിൽ കാൽക്കുലേഷൻ വെച്ച് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആ കാൽക്കുലേഷൻ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഈസി മെത്തേഡ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നോക്കുക, ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് കിട്ടി. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കേട്ടോ. ഇവിടെ നിന്നൊരു 4 താഴെ മുകളിലേക്ക് വരച്ചു, അവിടെ നിന്നൊരു 3 താഴേക്ക് വരച്ചു. ആ 3 കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് പിന്നെയും പോകുന്നു. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? 6 താഴേക്ക് വരച്ചു. 6 താഴേക്ക് വരയ്ക്കുമ്പം ബേസ് ലൈനിൻ്റെ മുകളിൽ 1 ഉണ്ട്, താഴെ 5 ഉണ്ട്. അത് ത്രൂ ഔട്ട് കോൺസ്റ്റൻറ്റ്. ഇവിടെ വരുമ്പോൾ വീണ്ടും 5 മുകളിലേക്ക് വരയ്ക്കുന്നു. സോ ഇതായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിലേക്ക് കിടക്കാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ആദ്യം ഒരു എ സിയുടെ ഇടയിൽ നമ്മളൊരു എക്സ് ലൈൻ വരയ്ക്കുക. എക്സ് ലൈൻ ബിറ്റ്വീൻ എ സി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ലൈൻ വരച്ചു. ഇനി നമുക്ക് മൊമെൻ്റ് എടുക്കണം. മൊമെൻ്റ് എടുക്കുമ്പം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുക. ഫോഴ്സസ് കുറേ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഫോഴ്സ് ഏതാണ്? ഇതാണ് ഫോഴ്സ്. സോ ആർ എ ആണ് ഫോഴ്സ്. ആർ എ ഇൻറ്റു എക്സ്. ആർ എ ഇൻറ്റു എക്സ് ആയിരിക്കും എന്ത്? ഇതല്ലേ ഡിസ്റ്റൻസ്. ആർ എ ഇൻറ്റു എബൌട്ട് ദിസ് ലൈനാണ് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. സോ ആർ എ ഇൻറ്റു എക്സ് ആയിരിക്കും നമ്മുടെ മൊമെൻ്റ് എന്ന് പറയുന്നത്. ആർ എ ഇൻറ്റു എക്സ് ആണ് മൊമെൻറ്റ്. ഇനി രണ്ട് സൈഡ് നോക്കിയാൽ മതി. ഈ എക്സിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിലത്ത് എന്തായിരിക്കും? എ ആയിരിക്കും. റൈറ്റ് സൈഡിലത്ത് സി ആയിരിക്കും. സോ എക്സിന്
എന്ത് ചെയ്യുക, എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയിലെ മൊമെൻറ്റ് കിട്ടും. അതേപോലെ റൈറ്റ് സൈഡിലത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയിലെ മൊമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി, എം ഇൻറ്റു 0 ചെയ്തപ്പോൾ നമുക്ക് എയിലെ മൊമെൻറ്റ് കിട്ടി. എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പം 2 ഇൻറ്റു 4 എത്ര കിട്ടും, 8 കിലോ ന്യൂട്ടൺ നമുക്ക് എന്ത് കിട്ടും, സിയിലെ മൊമെൻറ്റും കിട്ടും. അപ്പോൾ നമുക്ക് എയിലെ മൊമെൻറ്റ് കിട്ടി, സിയിലെ മൊമെൻറ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ട എവിടുത്തെ മൊമെൻറ്റുകളാണ്, ബിയിലെ മൊമെൻറ്റും ഡിയിലെ മൊമെൻറ്റും നമുക്ക് കിട്ടണം. ബിയിലെ മൊമെൻറ്റും ഡിയിലെ മൊമെൻറ്റും നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ബിയുടെയും ഡിയുടെയും ഇടയിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. ബിറ്റ്വീൻ ബി ആൻഡ് ഡി ഒരു എക്സ് ലൈൻ വരയ്ക്കുക. ഫ്രം ബിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. മീൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ബട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും ഫോഴ്സസ് കുറവുള്ളത്, ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ബി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കാൽക്കുലേഷൻ ഈസി ആവും, അതിനുവേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ബിറ്റ്വീൻ ബി ആൻഡ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫോഴ്സസ് എന്നാണ്, എയിലെ കിട്ടി, സിയിലെ കിട്ടി. ഇനി നമുക്ക് ഡിയിലേതും ബിയിലേതുമാണ് വേണ്ടത്. അപ്പം ബിറ്റ്വീൻ ബി ആൻഡ് ഡി നമ്മൾ വരയ്ക്കാൻ പോകുമ്പം എന്ത് ചെയ്യുക, നമ്മൾ വാല്യൂ കൊടുക്കുക, എക്സ് കൊടുത്തു. ഇൻ ബിറ്റ്വീൻ ബി ടു എക്സ് ലൈൻ വരെ എക്സ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടുത്തെ മൊമെൻറ്റ് എടുക്കുക. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡ് എടുത്താൽ 3 ഫോഴ്സസ് ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. റൈറ്റ് സൈഡ് എടുക്കുമ്പം ബി മാത്രമേ ഉള്ളൂ. അപ്പം റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. റൈറ്റ് സൈഡ് എടുക്കുമ്പം ക്ലോക്ക് വൈസ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൊമെൻറ്റ് വരുന്നുണ്ട്. സോ റൈറ്റ് സൈഡിൽ ഏതായിരിക്കും മൊമെൻറ്റ്, ബി ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ്. ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നതായിരിക്കും മൊമെൻറ്റ്. ഇനി എന്ത് ചെയ്യുക, എക്സിന് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കാം. എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടുത്തെ വാല്യൂ കിട്ടും, ബിയിലെ വാല്യൂ കിട്ടും. ഇനി എക്സിന് ഇത്രയും ഡിസ്റ്റൻസ്, ഇത് എത്ര ആയിരിക്കും ഡിസ്റ്റൻസ്, ടോട്ടൽ 6 ആണ്. അതിൽ നിന്ന് 2 പോയി 4 പോയി, ബാക്കി 2 ആയിരിക്കും. എക്സിന് 2 കൊടുത്താൽ നമുക്ക് എവിടുത്തെ കിട്ടും, ഡിയിലത് കിട്ടും. ഓക്കെ, എക്സിന് 2 കൊടുത്താൽ ഡിയിലത് കിട്ടും, എക്സിന് 0 കൊടുത്താൽ ബിയിലത് കിട്ടും. അപ്പോൾ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പം ആർ ബി ഇൻറ്റു 0 ആൻസർ എത്രയായിരിക്കും, 0 ആയിരിക്കും. അതാണ് ബിയിലത്. ഇനി എക്സിന് 2 കൊടുക്കുക, ആർ ബി ഇൻറ്റു 2. ആർ ബി എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. 5 ഇൻറ്റു 2 10. അപ്പോൾ എത്ര കിട്ടി, നമുക്ക് ഡിയിലെ മൊമെൻറ്റും കിട്ടി. അപ്പോൾ ഈ 4 മൊമെൻറ്റുകളും നമുക്ക് കിട്ടി. ആർ എയിൽ 0, ആർ ബിയിൽ 0, ആർ സിയിൽ 8, ആർ ഡിയിൽ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ 4 മൊമെൻറ്റുകളും കിട്ടി. ഇനി നമുക്ക് നേരെ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. എല്ലാം എന്താ കിട്ടിയാൽ നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂസാണ്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ആർ എയിൽ 0 കൊടുക്കുക, ആർ ബിയിലും 0 കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ആർ എയിൽ നിന്ന് സിയിലേക്ക് നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ആർ എയിൽ നിന്ന് നമ്മൾ, ഇതാണ് നമ്മുടെ എയിൽ നിന്ന് നമ്മൾ സിയിലേക്ക് വരയ്ക്കുക അല്ലേ. എ കഴിഞ്ഞാൽ നെക്സ്റ്റ് സി, അത് കഴിഞ്ഞ് ഡി, അത് കഴിഞ്ഞ് ബി, അങ്ങനെയാണ്. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് 8, എയിൽ നിന്ന് നമ്മൾ സിയിലേക്ക് വരച്ചു, പോസിറ്റീവ് 8. അടുത്ത സിയിൽ നിന്ന് എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്, ഡിയിലേക്ക് വരയ്ക്കണം. എത്രയാണ്, പോസിറ്റീവ് 10 ആണ്. സോ സിയിൽ നിന്ന് നമ്മൾ വീണ്ടും ഡിയിലേക്ക് പോന്നു, പോസിറ്റീവ് 10. അപ്പോൾ ഇവിടെ 8 വരച്ചു, 10 വരച്ചു. അടുത്ത് എന്ത് ചെയ്യും, നേരെ 0യിലേക്ക് വരയ്ക്കുക. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ എ പോയിന്റ് ലോഡ് ഇൻ എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടറിൻ്റെ കേസിൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയ നമ്മുടെ അതേ സെയിം രീതിയിൽ തന്നെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ആറേയും ആർ ബിയും ആദ്യമേ കണ്ടുപിടിക്കണം. അതിന് അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഇക്വേറ്റ് ചെയ്യുക. എബൌട്ട് ആർ എ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് എബൌട്ട് എ എന്ത് ചെയ്യുക, ഇക്വേറ്റഡ് ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അവിടെ നമുക്ക് ആർ എയും ആർ ബിയും കിട്ടും. ബാക്കിയെല്ലാം സിമിലർ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇനി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന കേസ്. അന്നേരം എന്ത് ചെയ്യും, ആർ എ ഉണ്ട്, ആർ ബി ഉണ്ട്. രണ്ടും ഇപ്പോൾ എന്തായിരിക്കും, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. സോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ ആദ്യം എന്ത് ചെയ്യണം, പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, WX ആയിരിക്കും. W എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. എക്സ് എത്ര ഡിസ്റ്റൻസിൽ ഇത് ആക്ട് ചെയ്യുന്നത്, 6 ആണ്. സോ 10 × 6 60 ആയിരിക്കും പോയിന്റ് ലോഡായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്താൽ. അത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, ഈ ത്രൂ ഔട്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ x/2 എന്ന് പറഞ്ഞാൽ 3യിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി വരച്ചാൽ അത് 60 എന്നുള്ളത് 60 ഓഫ് പോയിന്റ് ലോഡ് 60 ആക്ട്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ ഫ്രം എ. അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പറ്റും. ആർ എ ഉണ്ട്, ആർ ബി ഉണ്ട്, രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 9 അല്ലേ, രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 9. അതിന് നമ്മൾ പോയിന്റ് ലോഡ് ആക്കിയപ്പോൾ ആർ സി എന്തായിട്ട് കിട്ടി, 60 കിട്ടി. അത് 2 ടോട്ടൽ 6 ആയിരുന്നു, അതിൻ്റെ പകുതി 3ലാണിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എയുടെയും സിയുടെയും മിഡിൽ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അപ്വേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ്. അപ്വേർഡ് ഫോഴ്സ് ഏതൊക്കെയാണ്? ആർ എയും ആർ ബിയും. ഡൗൺവേർഡ് ഫോഴ്സ് ഏതാണ്? ആർ സി. സോ ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു ആർ സി എന്ന് എഴുതാം. ആർ സി 60 സോ ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 60 എന്ന് നമ്മൾ എഴുതി. അത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? മൊമെൻ്റ് അബൌട്ട് എ എന്ത് ചെയ്യും? ഇക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. സോ മൊമെൻ്റ് അബൌട്ട് എ എടുക്കുമ്പോൾ ഇവിടെ ഫോഴ്സസ് ഏതൊക്കെയാണ്? ആർ ബി ഉണ്ട്, ആർ സി ഉണ്ട്. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് അബൌട്ട് എ എടുക്കുക. ഒന്നാമത്തത് ആർ ബി ഇൻറ്റു ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, സോ പോസിറ്റീവ് ആയിരിക്കണം. ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 9. ആർ ബി ഇൻറ്റു 9. സിമിലർലി രണ്ടാമത്തെ ഫോഴ്സ് ഏതായിരിക്കും? ആർ സി. ആർ സി ഇൻറ്റു ക്ലോക്ക് വൈസ് ആണ്, സോ നെഗറ്റീവ് ഓഫ് ആർ സി ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 3. ആർ സി ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 0. നമ്മൾ രണ്ടിനെ എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്തു 0 ആയിട്ട്. സോ ആർ ബി ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു, ഇതെന്ത് ചെയ്യുക? ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ഈക്വൽ ടു മൈനസ് അങ്ങ് പോസിറ്റീവ് ആവും. ഈക്വൽ ടു ആർ സി ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ആർ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. സോ 60 ഇൻറ്റു 3. സോ അതിൻ്റെ അകത്തുനിന്ന് ആർ ബി കിട്ടും. 60 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ ആർ ബി 20 കിട്ടും. ടോട്ടൽ എത്രയാണ്? 6 പ്ലസ് ആർ ബി 60 ആണ്. ആർ ബി 20 ആണ്. അപ്പോൾ 6 എന്തായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടി? ആർ എയും കിട്ടി, ആർ ബിയും കിട്ടി. ആർ എന്ന് പറഞ്ഞാൽ 40 ആണെന്ന് കിട്ടി, ആർ ബി എന്ന് പറഞ്ഞാൽ 20 ആണെന്നും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 40, 20 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനെയാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുകയാണ്. സോ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. സോ എന്തായിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്? നമുക്കിവിടെ വരയ്ക്കുമ്പം ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മുടെ എയുടെയും സിയുടെയും ഇടയിൽ, എയുടെയും സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? ഒരു എക്സ് ലൈൻ നമ്മൾ വരയ്ക്കണം. മറ്റേ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു എക്സ് ലൈൻ നമ്മൾ വരച്ചു. അപ്പം ഇനി നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കുക. ലെഫ്റ്റ് സൈഡ്, ആ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര ഫോഴ്സസ് ഉണ്ട്? 2 ഫോഴ്സസ് ഉണ്ട്. ഏതായിരിക്കും? ഒന്ന് നമ്മുടെ ആർ എയുടെ ഫോഴ്സ് ഉണ്ടായിരിക്കും, 2 ഈ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലോഡും ഉണ്ടായിരിക്കും. 2 ഫോഴ്സസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഫോഴ്സസ് കൺസിഡർ ചെയ്യുക. ഫോഴ്സസ് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ നോക്കിയത്. ലെഫ്റ്റ് സൈഡിൽ ആർ എ എങ്ങോട്ടാണ്? മുകളിലേക്ക്. ആർ എ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ആർ എ പോസിറ്റീവ്. ഇനി ലെഫ്റ്റ് സൈഡിൽ തന്നെ 10 ഇൻറ്റു എക്സ് അല്ലേ? നമ്മുടെ ഫോഴ്സ് ഇതല്ലേ 10. എത്ര ഡിസ്റ്റൻസാണ്? നമ്മൾ ഇത്രേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എക്സ് ഡിസ്റ്റൻസിൽ 10. സോ 10x എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേഡ്. എക്സ് ലൈൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേഡ് നെഗറ്റീവ്. സോ മൈനസ് 10x. ഓക്കെ, ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. നമ്മളിവിടെ ഒരു എക്സ് ലൈൻ വരച്ചു അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇനി നമ്മൾ ആ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഒപ്പം എന്താണ്? യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലോഡ്സും ഉണ്ട്. അപ്പം എ എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ആർ എ എന്ന് പറയുന്ന ഫോഴ്സ് അപ്വേഡാണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേഡ് പോസിറ്റീവ്, ആർ എ പോസിറ്റീവ്. അതേപോലെ പിന്നെ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്രയാണ്? 10 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. 10 ഇൻറ്റു എക്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേഡ്. ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേഡ് നെഗറ്റീവ്. സോ ആർ എ മൈനസ് 10x ആയിരിക്കും. എന്ത്? ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 6 മൈനസ് 10x ആണ്. ഇനി ആ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, ലെഫ്റ്റ് സൈഡിൽ എയും റൈറ്റ് സൈഡിൽ സിയും. ഓക്കെ, ഇനി എക്സ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയിലത് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിയിലതും കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എക്സിന് 0 കൊടുക്കുക. ഈ 0 ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 6 മൈനസ് 10 ഇൻറ്റു 0, 6 മൈനസ് 0. എഫ് ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് അറ്റ് എ എത്ര കിട്ടും? 40 കിട്ടും. അതേപോലെ അറ്റ് സിയിലാകുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 6 ആണ്. സോ 6 മൈനസ് 10 ഇൻറ്റു 6, 40 മൈനസ് 60 മൈനസ് 20 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഷിയർ ഫോഴ്സസ് കിട്ടി. എഫ് എ ഷിയർ ഫോഴ്സ് അറ്റ് എ 40 കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് സി മൈനസ് 20 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എവിടത്തെയാണ്? ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? ആ ബി എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെയൊരു ലൈൻ ബി സിയിൽ നമ്മൾ വരച്ചു. ഓക്കെ, ബി സിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ബിയിലത് കണ്ടുപിടിക്കാം. സോ അതിന് നമ്മൾ ബി സി ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ബി,
ഇതാണ് നമ്മൾ വരച്ചത്. ഓക്കെ, ഇനി മൊമെൻ്റ് എടുക്കുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുക. റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി, കാരണം റൈറ്റ് സൈഡിൽ ഒരു ഫോഴ്സേ ഉള്ളൂ. സോ റൈറ്റ് സൈഡിൽ മൊമെൻ്റ് എടുക്കുമ്പം ആർ ബി എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോറി, ആർ ബി ഇൻറ്റു ഷിയർ ഫോഴ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആർ ബി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു എക്സ് ലൈൻ വരച്ചു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. സോ റൈറ്റ് സൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്ത ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേഡായിട്ടാണ് ആർ ബി പോകുന്നത്. റൈറ്റ് സൈഡിൽ അപ്വേഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. സോ റൈറ്റ് സൈഡിൽ അപ്വേഡ് നെഗറ്റീവ്, വേറെ ഫോഴ്സസ് ഒന്നുമില്ല, ആർ ബി മാത്രമേ ഉള്ളൂ. ആർ ബിയുടെ ആൻസർ 20 സോ എഫ് എക്സ് ഈസ് ഈക്വൽ ടു -20 നമുക്ക് കിട്ടി. സോ ഷിയർ ഫോഴ്സസ് നമുക്ക് എവിടെയൊക്കെ കിട്ടി? ഈ പറയുന്ന എഫ് എയിലെ ഫോഴ്സ് കിട്ടി, എഫ് സിയിലെ കിട്ടി, എഫ് ബിയിലേത് കിട്ടി. 3 നമുക്ക് കിട്ടി. അപ്പോൾ ഈ 3 നമുക്ക് കിട്ടി. ഇവിടുത്തത് കിട്ടി, ഇവിടുത്തത് കിട്ടി, ഇവിടുത്തത് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? എഫ് എയിൽ നമ്മൾ എടുത്തപ്പോൾ എത്ര കിട്ടി? +40, എഫ് സിയിലത് -40. അപ്പോൾ ഇത് സംതിങ് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവുമാണ്. അപ്പോൾ എന്താണ്? ഷിയർ ഫോഴ്സ് ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോയിന്റിൽ അതെന്തായിരിക്കും? 0 ആവുന്നുണ്ട്. 40 നിന്ന് കുറഞ്ഞ് 10, 20, 30, 20, 10, 0, പിന്നെ -10, -20, അങ്ങനെ ഏതോ ഒരു പോയിന്റിൽ അത് 0 ആവുന്നുണ്ട്. ആ 0 ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി ഏതോ ഒരു പോയിന്റിൽ എന്താണ്? 0 ആവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഡി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ എന്താ നമുക്കറിയാം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓൾറെഡി എഫ് എക്സ് ഈസ് ഈക്വൽ ടു RI - 10x ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ എഫ് എക്സിന് എന്ത് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു RI - 10x എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 0 ഈസ് ഈക്വൽ ടു RI - 10x. RA എന്ന് പറഞ്ഞാൽ 40. സോ 0 ഈസ് ഈക്വൽ ടു 40 - 10x. അതിൻ്റെ അകത്തുനിന്ന് എക്സ് ഈസ് ഈക്വൽ ടു 40/10 അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 4m എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ എത്രയാണ്? എയിൽ നിന്നും ടോട്ടൽ സി വരെ 6 ആണ്. നമുക്കിപ്പോൾ കിട്ടിയ എത്രയാണ്? 4 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ നമ്മൾ വരച്ചാൽ ഇങ്ങനൊരു ലൈൻ ഇവിടെ നിന്ന് 4 മീറ്റർ മാറി, ഫ്രം ലെഫ്റ്റ് സൈഡിൽ 4 മീറ്റർ മാറി എന്നാണ് എന്ത്? ഒരു ഡി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ അത് 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിൽ നിന്ന് നമുക്ക് അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഷിയർ ഫോഴ്സസും എത്രയൊക്കെയാണെന്ന് നോക്കുക. ഷിയർ ഫോഴ്സസ് ഫസ്റ്റ് വൺ ഷിയർ ഫോഴ്സ് എത്രയാണ്? എയിലെ ഷിയർ ഫോഴ്സ് 40 ആണ്. അടുത്ത ഇവിടെ വരുന്ന പോയിന്റ് ഡി ആണ്. അവിടുത്തെ ഷിയർ ഫോഴ്സ് 0 ആണ്. അടുത്ത സി ആണ്. അവിടുത്തെ -20 ആണ്. അടുത്ത ബി ആണ്. ബിയിലും -20 തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ വരയ്ക്കുക. ഫസ്റ്റ് വൺ 40 പോസിറ്റീവ്, മുകളിലേക്ക് 40 വരച്ചു. അടുത്ത ഡി എന്ന് പറയുന്ന പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അവിടെ 0 ആയിരിക്കും. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? 0 മാർക്ക് ചെയ്യുക. അടുത്ത സി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തപ്പോൾ അവിടെ എത്രയാണ്? -20 ആണ്. സോ ഡിയിൽ നിന്ന് 20യിലേക്ക് വീണ്ടും വരയ്ക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? B20 ആണ്. സോ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് 20യിലേക്ക് വരയ്ക്കുക. ഇത് ഷെയ്ഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാൻ ഇതേ സിമിലർ മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുക? എയുടെയും സിയുടെയും ഇടയിൽ XX എന്ന് പറയുന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X ഫ്രം ലെഫ്റ്റ് സൈഡ്. എയിൽ നിന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു XX ലൈൻ നമ്മൾ വരയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻ്റ് അബൌട്ട് നമ്മളിപ്പോൾ വരച്ച XX ലൈനിൽ അബൌട്ട് മൊമെൻ്റ് എടുക്കാം. മൊമെൻ്റ് എടുക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈ ഫോഴ്സസ് ആണ്. RAയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? X. സോ RA ഇൻറ്റു X. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. RA ഇൻറ്റു X മൈനസ് അടുത്ത എത്രയാണ് വരുന്നത്? പിന്നെ വരുന്ന ഫോഴ്സ് ഏതാണ്? ഇതാണ് ഫോഴ്സ്. എത്രയാണ്? 10 ഇൻറ്റു X അല്ലേ? ഇത്രയും യൂണിഫോംലി ആയിട്ട് പോകുന്നത് എത്രയാണ്? 10 ആണ് അവിടുത്തെ W. ഡിസ്റ്റൻസ് X. അപ്പോൾ 10 ഇൻറ്റു X ആയിരിക്കും അവിടുത്തെ ഫോഴ്സ്. അത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X/2യിലായിരിക്കും എപ്പോഴും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 10 ഇൻറ്റു X ഇൻറ്റു X/2 ആയിരിക്കും. 10 ഇൻറ്റു X ഇൻറ്റു X/2. സോ മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. മൊമെൻ്റ് ഈസ് ഈക്വൽ ടു RAX - 10 ഇൻറ്റു
x²/2 എന്ന് നമുക്ക് കിട്ടും. എവിടെയാണ്? അറ്റ് എ ഡിസ്റ്റൻസ്. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിലത്തെ മൊമെൻ്റാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്ത് കിട്ടും? എങ്കിൽ അല്ലെങ്കിൽ എന്താണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ മൊമെൻറ്റ് കിട്ടണമെങ്കിൽ എക്സിന് എന്ത് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റൈറ്റ് സൈഡിലെ മൊമെൻറ്റ് കിട്ടണമെങ്കിൽ എക്സിന് എന്താണ് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ഡി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മൊമെൻറ്റ് കിട്ടണമെങ്കിൽ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ്. സോ അറ്റ് x = 0, അറ്റ് എ x = 0 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊമെൻ്റ് അറ്റ് എ എന്ത് കിട്ടും? 0 കിട്ടും. അടുത്ത സിയിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എക്സിന് എന്ത് ചെയ്യുക? 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 6 × 6 - 10 × x²/2. ആൻസർ പോസിറ്റീവ് 16 കിട്ടി. അടുത്ത എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇതിൻ്റെ അകത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് ഡി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെൻറ്റ് കിട്ടും. ഡിയിലെ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ 8 കിട്ടും. ഓക്കെ, അത്രയും കിട്ടും. ഇനി അടുത്ത എന്ത് ചെയ്യുക? നമുക്കപ്പോൾ ഏതൊക്കെ മൊമെൻറ്റ് കിട്ടി? എയിലെ മൊമെൻറ്റ് കിട്ടി, ഇവിടെ ഡിയിലെ മൊമെൻറ്റ് കിട്ടി, സിയിലെ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ബിയിലെ മൊമെൻറ്റും കൂടെ കിട്ടണം. സോ ബിയിലെ മൊമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യുക? ഒരു XX ലൈൻ വരയ്ക്കുക ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ബി. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി. അപ്പോൾ മൊമെൻറ്റ് എന്തായിരിക്കും ഇവിടുത്തെ? ഈ ഡിസ്റ്റൻസ് RB ഇൻറ്റു ഡിസ്റ്റൻസ് RB ഇൻറ്റു എക്സ് എടുക്കുക. അറ്റ് ബി എന്താണ്? ആ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അറ്റ് ബി x = 0 ആയിരിക്കും അല്ലേ? ഈ സൈഡിൽ നിന്ന് ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് x ആണ്. അപ്പം ബിയിൽ നിന്നുള്ള എടുക്കുമ്പോൾ x = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊമെൻറ്റ് അറ്റ് ബി = 0 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? മൊമെൻറ്റ് അറ്റ് ബിയും കിട്ടി. മൊമെൻറ്റ് അറ്റ് ബി 0 കിട്ടി. മൊമെൻറ്റ് അറ്റ് ഡി 8 കിട്ടി. മൊമെൻറ്റ് അറ്റ് സി 60 കിട്ടി. മൊമെൻറ്റ് അറ്റ് എ 0 കിട്ടി. ഇതിൻ്റെ അകത്തെല്ലാം പോസിറ്റീവ് വാല്യൂസാണ്. സോ എന്ത് ചെയ്തു? മൊമെൻറ്റ് അറ്റ് എ 0, മൊമെൻറ്റ് അറ്റ് ബി 0, മൊമെൻറ്റ് അറ്റ് ഡി 80, മൊമെൻറ്റ് അറ്റ് സി 60. സോ എന്ത് ചെയ്യുക? നമ്മളിതിനെ ഇങ്ങനെ ഒരു കർവായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പം ഇങ്ങനെ എന്ത് ചെയ്യുക? ഷിയർ ഫോഴ്സ് അല്ല, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പം ഡയറക്റ്റ് 80ലേക്ക് വരച്ചു, 60ലേക്ക് വരച്ച് ഇങ്ങനെ വരയ്ക്കരുത്. കാരണം എന്താണ്? നമ്മുടെ ഇവിടെ ഇത് വേരി ചെയ്യുന്നത്, ഇക്വേഷൻ വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? x × x, ഇവിടെ ഒരു x² എന്നുണ്ട്. അപ്പോൾ സ്ക്വയർ വരുന്ന കേസിലൊക്കെ മൊമെൻറ്റ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? പരാബോളിക്കായിട്ടായിരിക്കണം വരയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പരാബോളിക്കായിട്ട് വരച്ചത്. ഓക്കെ, ഒരിക്കലും നിങ്ങളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. x⁻1 വരുവാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. x⁻2 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പരാബോളിക്കായിട്ടാണ് വേണം വരയ്ക്കാൻ. അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇനി ഇതിൻ്റെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പഠിച്ചു, പോയിൻ്റ് ലോഡ് പഠിച്ചു, അതേപോലെ യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ്